ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പണം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ കയ്യിൽ നിൽക്കുന്നില്ല. എങ്ങനെയൊക്കെയോ ഏതൊക്കെ രീതിയിൽ അതിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നോക്കിയിട്ടും എന്താണ് ഏതാണെന്ന് നമുക്കൊരു ഊഹവും കിട്ടുന്നില്ല. ഏത് വഴിയാണ് പോകുന്നത്, എങ്ങനെയാണ് ഈ പൈസ വരുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ചിലവായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എന്താണ് അതിനൊരു പരിഹാരം എന്നുള്ളതാണ്. പെർമനൻ്റായിട്ടില്ല, നമുക്കൊരു തുടക്കമെന്നോണം നമുക്ക് ഒരു കരുതൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പൊതുവേ ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നിലവിലുള്ള നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഫാസ്റ്റായി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. നമ്മൾ അതങ്ങ് കണ്ടില്ല എന്നുള്ള രീതിയിൽ പോകുന്നു. അതാണ് ഒരു കാരണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ആ കൊടുത്ത പൈസയുടെ ബാക്കി വാങ്ങാൻ 1-2 രൂപ കിട്ടിയില്ല. പക്ഷേ നമുക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് പോകണം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ, അതായത് സ്ഥിരമായി ബസ് യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഇതിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം, വലിയൊരു ഇതൊന്നല്ല, 1 രൂപ വെച്ച് ഡെയിലി 10 ദിവസം 100 ദിവസം അങ്ങനെയല്ല പറയുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു ശതമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പല പല കാര്യങ്ങളിലായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതാവും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതാവും, അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോകുന്നത്, പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. പൊതുവേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവാക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു രീതിയാണ്. കാരണം നമുക്കത് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളത് ചിലവാക്കുന്നത്. അതെന്ത് കാര്യമായിക്കോട്ടെ, സാധനം വാങ്ങുന്നതാണെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നതാണെന്നുണ്ടെങ്കിലും നമ്മളെന്തെങ്കിലും കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമുക്കത് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ചിലവാക്കുന്നത്. അതൊരിക്കലും ആവശ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഒരു ബുക്കിൽ എഴുതുക. രണ്ടാമത് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ നെറ്റിൽ അവൈലബിൾ ആണ്. ഇതേ കാര്യം, നമ്മൾ എഴുതുന്ന കാര്യം തന്നെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആണ്. ബുക്കിൽ എഴുതുമ്പോൾ ചിലവ് മാത്രം എഴുതുന്നൊരു രീതിയല്ല ചെയ്യേണ്ടത്. സാധാരണ ഈ അക്കൗണ്ടിങ്ങുകാർ ചെയ്യുന്നത് പോലെ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് അതിന് പറയുന്ന പേര്. എങ്ങോട്ട് പോയി, എവിടുന്ന് വന്നു, ഇത് രണ്ടും എഴുതുക. അപ്പം നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്, നമുക്കൊരിക്കലും 110 രൂപ ചിലവാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സാധാരണ ചിലവ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ ചിലവ് 110 ആയിരിക്കും വരുന്നത്. നമ്മൾ 110 ചിലവാക്കിയതെങ്കിൽ നമ്മുടെ ചിലവ് 110 വരുന്നത്. കയ്യിലാകെ 100 ഉള്ളൂ. അപ്പോൾ ഈ 10 രൂപ എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ എഴുതാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന കാശും എഴുതണം, ചിലവാകുന്നതും എഴുതണം. അപ്പം 10 രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ മാത്രമേ നമുക്ക് അത് 110 ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ 2 സൈഡും, അതായത് വരവിൻ്റെയും ചിലവിൻ്റെയും എന്നോ, അല്ലെങ്കിൽ വന്ന പൈസയും പോയ പൈസയും എന്നുള്ളതെന്നോ, ഡെബിറ്റ് ക്രെഡിറ്റ് എങ്ങനെയാണെന്നോ നമുക്ക് മനസ്സിലാവുന്ന രീതി എന്താണോ ആ രീതിക്ക് നമ്മളിലേക്ക് വരുന്നതും നമ്മളിൽ നിന്ന് പോകുന്നതും നമ്മൾ ഒരേപോലെ തന്നെ എഴുതുക. ഈ രണ്ടും കൂട്ടുമ്പോൾ ഒരേ എമൗണ്ട് തന്നെ വരും. അവസാനം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കടം വാങ്ങി, കാശ് നമുക്ക് കിട്ടിയില്ല, പക്ഷേ കടം വാങ്ങി, അപ്പോഴും നമുക്ക് പറയാൻ പറ്റും ഈ കടയിൽ നിന്ന് കടമായിട്ടാണ് ഇത്ര രൂപ വാങ്ങിച്ചത്. അപ്പോഴും ആ എമൗണ്ട് അവിടെ വരും, രണ്ടും തുല്യമാവും, ഈക്വലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ബുക്കിൽ എഴുതുന്നതാണ്. കാരണം നമ്മുടെ ലൈഫിനനുസരിച്ച് പുറകോട്ട് പോകുകയാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇത്രയും ആപ്ലിക്കേഷൻ ഇതൊക്കെ ഉള്ള സമയത്ത് എന്തിനാണ് ബുക്കിൽ എഴുതുന്നതെന്നുള്ളത്. എന്ത് സാധനവും, അത് ചെറിയ ചെറിയ ക്ലാസ് മുതലേ നമ്മളെ എഴുതാൻ പഠിപ്പിക്കുന്നത്, എഴുതി പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ എഴുതുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു കാര്യം പല പ്രാവശ്യം നമ്മൾ എഴുതി കഴിയുമ്പോഴേക്കും
നമുക്ക് സ്വമേധയാ നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഞാൻ ഒരുപാട് തവണ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തെ ചിലപ്പോൾ നിങ്ങളുടെ ചിലവാക്കുന്ന കണക്കിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വന്നേക്കാം. അങ്ങനെ നിങ്ങളത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് എന്ത് കാര്യത്തിനാണ്. അത് യാത്ര ചെയ്യാനാണോ, സാധനങ്ങൾ വാങ്ങാനാണോ, അതോ ഫുഡ് കഴിക്കാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ, നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണുന്നത്, അങ്ങനെ എന്തെങ്കിലും ആണോ, അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതങ്ങനെ ഒരു ക്ലിയറായിട്ടുള്ളത് എവിടെയാണ് നമ്മൾ ആ ചിലവ് പോകുന്നതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ അളവ് മാത്രം ഒന്ന് കുറച്ചാൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്കതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിനകത്താണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരിക്കലും അത് ഓർമ്മിക്കാൻ സാധ്യതയില്ല. എഴുതുന്നതിൻ്റെ ഗുണം അതാണ്. പറ്റുമെങ്കിൽ എഴുതാൻ ശ്രമിക്കുക, ഡെയിലി എഴുതുക. അത് ഒരിക്കലും 2 ദിവസം 3 ദിവസം ആകെ ഒരു 10 രൂപയുടെയോ 100 രൂപയുടെയല്ലേ ഉള്ളൂ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇങ്ങനെയല്ല. ഡെയിലി ഡയറി എഴുതുന്നത് പോലെ, ഡയറി എഴുതുന്ന ശീലത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇന്ന് എൻ്റെ കയ്യിൽ എത്രയുണ്ടായിരുന്നു, ഞാൻ ഇന്നതിൽ എത്ര ചിലവാക്കി, ബാക്കി എത്രയാണ്, അപ്പോൾ അത് രണ്ടും അങ്ങനെ എഴുതി പോവുക. കൃത്യമായിട്ടും ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിലൊരു തോന്നലുണ്ടായി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളിൽ നിന്ന് ധൂർത്ത് പോലെ അമിതമായി പോകുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ഇത് ചെയ്താൽ 100% അനാവശ്യമായി, ഞാൻ ആദ്യം പറഞ്ഞു അനാവശ്യമായി ചിലവാക്കുന്നത് എന്നൊരു കാര്യമില്ല. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റും.